ഇനി ഒരാളെ കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം വളരെ ബാല്യം തൊട്ടേ പരിചയമുള്ള ഒരാളാണ്. ഇപ്പോൾ അഭിനേതാവാണ്. നിരവധി പ്രോഗ്രാമുകളിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കലാകാരനാണ്. നമ്മുടെ പ്രിയപ്പെട്ട സൈനുക്കയുടെ മകനാണ് സിനിൽ സൈനുദ്ദീൻ. സിനിൽ, സ്വാഗതം നമ്മുടെ പരിപാടിയിലേക്ക്. ഞങ്ങള് ഒരു വലിയ പ്രദേശത്തെക്കുറിച്ച് ഇവരെല്ലാം ഇവരുടെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, സിനിമാക്കാരൻ എന്നുള്ള നിലയിൽ ഒക്കെ സംസാരിച്ചു. സിനിലൊക്കെ ജനിക്കുമ്പോഴേ പ്രശസ്തനായ കലാകാരനാണ് അച്ഛൻ. അല്ലേ? വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കലാകാരന്റെ മകനായിട്ട് തന്നെയാണ് സിനിലിന്റെ ബാല്യം എന്ന് പറയുന്നത്. അച്ഛൻ ആ ലെവലിൽ പോപ്പുലർ ആയിട്ടുള്ളതാണ്. അച്ഛന് സിനിലിന്റെ കുട്ടിക്കാലത്തൊക്കെ അതുപോലെ വീട്ടില് സ്ഥിരമായിട്ട് ഉണ്ടാകാൻ പറ്റിയിരുന്നോ? തിരക്കിലായിരുന്നോ? 90s അതായത് എനിക്കൊരു ഓർമ്മ വെച്ച് വരുമ്പോ ഞാൻ ഒരു UKG ഒക്കെ എത്തുമ്പോഴേക്കും 90s ആയി. അപ്പം കുറവായിരുന്നു. എനിക്ക് ആദ്യം ഓർമ്മയുള്ളത്, ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ അടുക്കളയിൽ തടിയുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ മമ്മിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് ഡാഡി. അതെനിക്ക് ഓർമ്മ. പിന്നെ കാണുന്നത് ഈ പറഞ്ഞ പോലെ ഉണ്ടാവും, പക്ഷെ എന്നാലും കുറവായിരിക്കും. സിനില് എത്രയിൽ പഠിക്കുമ്പോഴാണ്? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കും. 7 പഠിക്കുമ്പോഴാണ് അച്ഛൻ്റെ വിയോഗം ഉണ്ടാകുന്നത് അല്ലെ? അതിന് മുമ്പ് അച്ഛൻ്റെ കാസറ്റുകൾ, ഇപ്പോൾ 7 എന്ന് പറയുമ്പോ ഓർമ്മകളൊക്കെ ഉണ്ട്. കാസറ്റുകൾ കേൾക്കലും കാണലും ഒക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ. ഉണ്ട്. കാരണം ഞാൻ മിമിക്രി പഠിക്കുന്നത് തന്നെ ഡാഡി കലാഭവനിൽ നിന്ന് കാസറ്റ് കൊണ്ടുതരുമ്പോഴാണ്. അഭികാടം. അപ്പൊ അടുത്ത ആൾക്കാര് ബാച്ച് വന്നെത്തി. അപ്പൊ ഈ മിമിക്രി ഒക്കെ കണ്ടിട്ടാണ് ഈ സെയിം സാധനം. പിന്നെ കുറച്ചുകൂടെ വളർന്നപ്പോഴേക്കും നസീർക്കൊക്കെ വന്നു തുടങ്ങി. കുറച്ചുകൂടെ കോട്ട നസീർക്ക, അത് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മറ്റേ ഈ പറഞ്ഞ നടന്മാരുടെ വീട്ടിലെ പട്ടി, ആ സാധനങ്ങളൊക്കെ വന്ന്, നടന്മാരുടെ വെടിക്കെട്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വന്ന് കോളേജിൽ അത് ഒക്കെ ചെയ്തൊക്കെ പോവായിരുന്നു. അല്ല, കോളേജിൽ പഠിക്കുന്ന കാലത്തും ഒക്കെ സിനിലിനെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛന്റെ പേര് എപ്പോഴും സിനിലിന്റെ കൂട്ടത്തില് പറയുമായിരുന്നില്ലേ ആളുകളെല്ലാം എപ്പോഴും? അല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു ഫ്ലൂറസെന്റ് കുട്ടിയായിരുന്നു. എടുത്തിരിക്കുന്ന ഒരാളാ, ഒരു ഫ്ലൂറസെന്റ് കളറാണ് എടുത്ത് കാണുന്ന ഒരു കുട്ടിയായിരുന്നു ക്ലാസ്സിൽ. കാരണം അതിന്റെ അല്ല, ഒരു ടീച്ചറെ നമ്മുടെ ക്ലാസ്സില് സിൽമാ നടന്റെ കുട്ടിയുണ്ട്, ആരുടെ മകൻ, സൈനുദ്ദീന്റെ മകൻ ആണ്. ആരാത് എഴുന്നേറ്റ്? അപ്പൊ എല്ലാരും സാറന്മാരും വരും. ഇവിടെ ഏതോ സൈനുദ്ദീന്റെ മകൻ പഠിക്കണ ക്ലാസ് ഇതല്ലേ, അതാരാണ്? ഫസ്റ്റ് തന്നെ നമ്മള് പൊങ്ങി എഴുന്നേറ്റ് സ്റ്റാർ സ്റ്റുഡന്റ് അല്ല, ചോദ്യം ചോദിക്കണ എന്നോടൊക്കെ ആയിരിക്കും ചിലപ്പോ. പെട്ടെന്ന് കണ്ണിപ്പെടും. അതാണ് പിന്നെ നമുക്ക് എളുപ്പമല്ലാതെ.